നമുക്കിപ്പം അഞ്ജലി ചേരുന്നുണ്ട്. അഞ്ജലി, വളരെ വേദനാജനകമായ കാഴ്ചകളാണ് കാണുന്നത്. ബന്ധുക്കൾ ആരെങ്കിലും ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എന്തായാലും ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്നൊരു നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നടക്കുന്നത്? നമ്മൾ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരുമായിട്ടും DGPയുമായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ 10:30 മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിമാനം അവിടെ എത്തിച്ചേരുക. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇതിനോടൊപ്പം നടക്കുന്നത് അഞ്ജലി? അതെ അരുൺകുമാർ, വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ എയർപോർട്ടിലുള്ളത്. അതായത് ബന്ധുക്കൾ മിക്ക ആളുകളും എയർപോർട്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ പോലീസിന്റെ സന്നാഹങ്ങളെല്ലാം ഈ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറെടുപ്പിലാണുള്ളത്. 45 മൃതദേഹങ്ങളാണ് കുവൈത്തിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിൽ എത്തുന്ന 45 വിമാനങ്ങളെ കൊച്ചിയിൽ നിന്നും വീണ ജോർജ്, പി രാജീവ്, കെ രാജൻ തുടങ്ങി, കൂടാതെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്നിവരാണ് മൃതദേഹം ഏറ്റുവാങ്ങുക. മൃതദേഹം കൊച്ചിയിൽ എത്തുന്നതോടെ അതായത് 23 മലയാളികളെ അവരുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിയതിനു ശേഷം ബാക്കിയുള്ളവരുമായി ഡൽഹിയിലേക്ക് തന്നെ വിമാനം പുറപ്പെടും. നമ്മൾ ഇതിനു മുമ്പും അതായത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 23 മലയാളികളുടെ മൃതദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അതായത് സംസ്ഥാനമാകെ ഞെട്ടലോടെയാണ് ഈ വിവരത്തെ, അതായത് ഈ ഒരു മൃതദേഹങ്ങളും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. ഇവിടെ എയർപോർട്ടിൽ വിവിധ ഭാഗങ്ങളിലായി ബന്ധുക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട്. കൂടാതെ ഉടൻ തന്നെ കളക്ടർ, എറണാകുളം ജില്ലാ കളക്ടറും NSK ഉമേഷും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മൃതദേഹം ഏറ്റുവാങ്ങാനായി. മന്ത്രിമാരും എല്ലാവരും തന്നെ ഉടൻ എത്തുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അഞ്ജലി, വളരെ വേദനിപ്പിക്കുന്നതാണ് ഈ കാഴ്ച. ഒരുപക്ഷെ നമ്മൾ അടുത്ത കാലത്തെങ്ങും ഇങ്ങനെ ഇത്രയും അധികം ആളുകൾ ചേതനയേറ്റ ശരീരമായി എയർപോർട്ടിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ച കണ്ടിട്ടില്ല.